വന്ദേ മാതരം സ്കൂളുകളിൽ ആലപിക്കുന്നതിനെതിരെ ജമ്മു കാശ്മീരിൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. ജമ്മു കാശ്മീരിലെ സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനമാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ദേശീയ ഗീതത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേ മാതരം ആലപിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനോട് പൂർണ്ണ എതിർപ്പാണ് മുസ്ലിം സംഘടനകൾ പ്രകടിപ്പിക്കുന്നത്. വന്ദേ മാതരം ആലപിക്കുന്നതിനും എന്നതിന് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനത്തെ തങ്ങൾ ശക്തമായി എതിർക്കും എന്നതാണ് മിർവായിസ് ഉമർ ഫറൂഖിന്റെ നേതൃത്വത്തിലുള്ള മതസംഘടനയുടെ കൂട്ടായ്മയായ മജ്ലിസ് ഇ ഉലമ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഭക്തിപരമായ ഘടകങ്ങൾ ഈ ഗാനത്തിലുണ്ട് എന്നതാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ ഇവർ പ്രസ്താവിച്ചിരിക്കുന്നത്. മുസ്ലിം വിദ്യാർത്ഥികൾ വന്ദേ മാതരം ആലപിക്കുന്നത് അന്യായവും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണ് എന്നതും ഇവർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ദേശീയ ഗീതത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി തന്നെ വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നവംബർ 7-ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ രാജ്യത്തുടനീളമുള്ള 150 ചരിത്ര സ്ഥലങ്ങളിൽ വന്ദേ മാതരം അത് കൂട്ടത്തോടെ തന്നെ ആലപിക്കപ്പെടും. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം ഒരു സ്മാരക സ്റ്റാമ്പ്, നാണയം, അതിന്റെ എല്ലാം തന്നെ പ്രദർശനം, ഡോക്യുമെന്ററി എന്നിവയെല്ലാം തന്നെ പുറത്തിറക്കും. BJP ഇതിനെ ഇന്ത്യയുടെ ആത്മാവിന്റെ ആഘോഷമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരത മാതാവിനോടുള്ള ആദര സൂചകമായ ഉത്സവമാണ് വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഒരു സൈഡിൽ ഇന്ത്യയുടെ ദേശീയഗാനം മാറ്റണമെന്ന ആവശ്യമായി തന്നെയാണ് കർണാടകയിൽ നിന്നുള്ള BJP MP കൂടിയായ വിശ്വേശ്വർ ഗാഗേരി രംഗത്ത് വന്നിരിക്കുന്നത്. ജനഗണമന ബ്രിട്ടീഷുകാരെ സ്വാഗതം ചെയ്യാൻ ഉണ്ടാക്കിയതാണ് എന്നും വന്ദേ മാതരത്തെ ദേശീയഗാനമാക്കണമെന്നുമാണ് ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കർണാടകയിലെ മുൻ സ്പീക്കർ കൂടിയായ ഉത്തര കന്നഡയിൽ തന്നെ അവിടെ നിന്നുള്ള MP കൂടിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഉത്തര കന്നഡയിൽ ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് ആ സ്ഥലത്ത് വെച്ചാണ് വിവാദപരമായ പരാമർശം നടത്തിയിരിക്കുന്നത്. ചടങ്ങിൽ സംസാരിക്കവേ വന്ദേ മാതരത്തിനും ജനഗണമനയ്ക്കും തുല്യ സ്ഥാനമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചരിത്രം വീണ്ടും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വന്ദേ മാതരം ദേശീയ ഗാനമാക്കണമെന്നത് ആവശ്യം ശക്തമായിരുന്നുവെന്നും എന്നാൽ ബ്രിട്ടീഷുകാരെ സ്വാഗതം ചെയ്യാൻ രചിച്ച ജനഗണമനയും അതുപോലെ തന്നെ വന്ദേ മാതരവും നിലനിർത്താൻ നമ്മുടെ പൂർവികർ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും അത് നമ്മൾ അംഗീകരിക്കേണ്ടി വന്നതായും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.